പലരും ധരിച്ചു വച്ചിരിക്കുന്നത് സന്ധ്യയ്ക്ക് ദീപം തെളിയിക്കുക എന്നുള്ളത് ഒരു ചടങ്ങാണ്, ഹൈന്ദവരുടെ ഒരു വിശ്വാസമാണ് എന്നുള്ള രീതിയിലാണ്. ഒന്നറിയുക, ഇതൊരു വിശ്വാസമാണ്, ഇതൊരു ഊർജ കേന്ദ്രമാണ്. അതായത് സന്ധ്യാസമയത്ത് നിങ്ങൾ തെളിയിക്കുന്ന ഒരു ദീപം ഉണ്ടല്ലോ, ആ വീടിന്റെ പൂർണ്ണമായ ഊർജത്തെ കേന്ദ്രീകരിക്കുന്ന ഒന്നാണ്. ഒരുപാട് നെഗറ്റീവുകളും പോസിറ്റീവുകളും നിറഞ്ഞതാണ് നമ്മുടെ ഈ അന്തരീക്ഷം, അത് നമുക്കറിയാമല്ലോ. അപ്പോൾ വീട്ടിനകത്തുള്ള നെഗറ്റീവ് തരമായിട്ടുള്ള വിപരീത ഊർജങ്ങളെ പുറന്തള്ളുകയും നല്ല ഗുണങ്ങളുള്ള ഊർജത്തെ നിലനിർത്തുകയും ചെയ്യുകയാണ് നിലവിളക്ക് തെളിയിക്കുമ്പോൾ സംഭവിക്കുന്നത്. നമ്മൾ മന്ത്രങ്ങൾ ജപിച്ച് നിലവിളക്ക് തെളിയിക്കുന്നതേ ഉള്ളൂ, പക്ഷെ അവിടെ വലിയൊരു പ്രോസസ്സ് നടക്കുകയാണ്. ഹൈന്ദവതയിൽ അടിയുറച്ച് വിശ്വസിക്കുന്നവർക്കെല്ലാം നിലവിളക്ക് തെളിയിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഉണ്ടാകുന്ന അനുഭവങ്ങളും നിലവിളക്ക് തെളിയിക്കാതിരിക്കുമ്പോൾ ഉണ്ടാകുന്ന മാറ്റങ്ങളും തിരിച്ചറിയാൻ കഴിയുന്നതാണ്. പക്ഷേ നിലവിളക്ക് തെളിയിക്കുമ്പോൾ ചില ലക്ഷണങ്ങൾ നമുക്ക് കാട്ടിത്തരുന്നുണ്ട് ഈ പ്രപഞ്ചം തന്നെ. ആ ഈശ്വരവിലാസം കാട്ടിത്തരുന്ന ചിലവ ഗുണപരവും ചിലത് വളരെയധികം ശ്രദ്ധ കൊടുക്കേണ്ടതുമായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ ഇന്നത്തെ വീഡിയോയില് ചില ദുർലക്ഷണങ്ങളെയും ചില നല്ല ലക്ഷണങ്ങളെയും ഈ ദുർലക്ഷണങ്ങൾ എങ്ങനെ മാറ്റാം എന്നുള്ള കാര്യങ്ങളും ഇവിടെ പറയുകയാണ്. അപ്പോൾ ഈ വീഡിയോ വളരെ വിലപ്പെട്ട ഒന്നാണ്. നിലവിളക്ക് തെളിയിക്കുന്ന ഓരോരുത്തരും ഇത് കണ്ടിരിക്കേണ്ടുന്ന വീഡിയോ ആണ്. അപ്പോൾ ഇത് പൂർണ്ണമായിട്ടൊന്ന് കാണാൻ ശ്രമിക്കുക. നമസ്കാരം, ഞാൻ RJ അയ്യർ, ഹരിചന്ദന മഠം. ഹൈന്ദവ ആചാര സംബന്ധമായ ജ്യോതിഷ മോട്ടിവേഷൻ സംബന്ധമായ ഒട്ടേറെ കാര്യങ്ങൾ പറഞ്ഞിരുന്ന ഒരു വാട്സപ്പ് ചാനൽ നമുക്കുണ്ട്. ഇതിൻ്റെ കീഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമൻറ്റ് ബോക്സിൽ അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിലൂടെ ചാനൽ പ്രവേശിച്ചാൽ നിങ്ങളുടെ പിറന്നാളിന്, നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെ പിറന്നാളിന് സൗജന്യമായിട്ട് പുഷ്പാഞ്ജലി അർച്ചനകൾ നടത്തി കിട്ടുന്നതാണ്. അപ്പോൾ നിലവിളക്ക് തെളിയിക്കുമ്പോൾ നമ്മൾ കുളിച്ച് ശുദ്ധമായിട്ട് ഒരു സന്ധ്യാസമയത്ത് നമ്മൾ നിലവിളക്ക് തെളിയിക്കാൻ പോകുന്നു. രാവിലെ തെളിയിക്കുന്നവരും ഉണ്ട്. സന്ധ്യാസമയത്ത് നിലവിളക്ക് തെളിയിക്കുന്നതിനെ കുറിച്ചാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ കൂടുതലായിട്ട് പറയുന്നത്. ഇതേ ലക്ഷണങ്ങൾ രാവിലെ കാണുകയാണെങ്കിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ നമ്മൾ ശുദ്ധമായിട്ട് ഒരു 6 മണി മുതൽ 6:45 ആ സൂര്യാസ്തമയം സമയം ഏതാണെന്ന് നോക്കിയിട്ടാണ് നിലവിളക്ക് തെളിയിക്കുന്നത്. അപ്പോൾ തെളിയിക്കുന്ന സമയത്ത് ചിലർ തെളിയിക്കുമ്പോൾ ഇതിങ്ങനെ വളരെ പൊട്ടലും ചീറ്റലുമായിട്ട് കാണപ്പെടും. കയ്യിലെ വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ ഈ തിരിയിൽ ഇങ്ങനെ പുരണ്ട കഴിഞ്ഞാൽ ഇത് പൊട്ടലും ചീറ്റലും ഉണ്ടായിക്കൊണ്ടിരിക്കും. ഒഴിച്ച എണ്ണയിൽ ജലാംശം എങ്ങാനും ഉണ്ടെങ്കിലും കഴുകി വൃത്തിയാക്കി വെച്ച വിളക്കിൽ ചിലപ്പോൾ വെള്ളമായിരിക്കും, എണ്ണയും കൂടെ എടുത്ത് ഒഴിക്കുമ്പോൾ ഇത് കാരണം പൊട്ടലും ചീറ്റലും ഉണ്ടാവും. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കണം. അങ്ങനെ പൊട്ടലും ചീറ്റലും ഉണ്ടാവുന്നതെങ്കിൽ പിറ്റേ ദിവസമൊക്കെ അത് മാറിക്കിട്ടും. പക്ഷേ നിങ്ങൾ ഒരു ദിവസം നിങ്ങളുടെ നിലവിളക്കിൽ പൊട്ടലും ചീറ്റലും ഉണ്ടായി, പിറ്റേ ദിവസം നോക്കുമ്പോഴോ അതേപോലെ ശബ്ദം ഇങ്ങനെ പൊടിഞ്ഞു പൊട്ടിത്തെറിച്ചിരിക്കുന്നു എങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ വീടുമായിട്ട് ബന്ധപ്പെടുത്തി ആരൊക്കെയോ ശത്രുദോഷപരമായിട്ടുള്ള ചില കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ വീട്ടിനകത്ത് ശത്രുദോഷപരമായിട്ടുള്ള ചില കാര്യങ്ങൾ പ്രവേശിച്ചിട്ടുണ്ട് എന്നൊരു സൂചന ഇവിടെ നൽകുകയാണ്. അതായത് നമ്മുടെ ദീപം നല്ല പ്രശോഭിതമാകാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ഈ നെഗറ്റീവ് ഫോഴ്സ് വന്നിങ്ങനെ തടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇത് തമ്മിലുള്ള ഒരു സ്പാർക്ക് അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒരു സൂചനയാണ്. നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് വിളക്ക് തുടച്ച് നല്ല തിരിയിട്ട് പിറ്റേ ദിവസം തെളിയിച്ചു വെക്കുക. ഒരു ദിവസമേ പൊട്ടലും ചീറ്റലും കണ്ടിട്ടുള്ളെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ തുടർച്ചയായിട്ട് ഇത് കാണണമെങ്കിൽ നമ്മൾ വ്യക്തമായിട്ട് ശ്രദ്ധ കൊടുക്കണം. രണ്ടാമത്തത്, ദീപം തുടരെ അണയുക എന്നുള്ളത്. അത് നമ്മൾ തെളിയിക്കുമ്പോൾ ദീപം ചിലപ്പം പുറത്തൊക്കെ വെച്ച് തെളിയിക്കുമ്പോൾ കാറ്റടിച്ചിട്ട് കെട്ടുപോകും, വീണ്ടും തെളിയിക്കാൻ പോകുന്നു, കാറ്റടിച്ച് കെട്ടുപോകുക. ചിലപ്പോൾ തീപ്പെട്ടി വരയ്ക്കുമ്പോൾ തണുത്ത തീപ്പെട്ടിയൊക്കെ ആണെങ്കിൽ അത് കെട്ടുപോകുക. നമ്മൾ അതുകൊണ്ടാണ് കൊടിവിളക്കിലേക്ക് തെളിയിച്ച്, അറിയാലോ കൈവിളക്ക്, അത് വെച്ച് തെളിയിക്കാൻ പറയുന്നത്. ഇങ്ങനെ തീപ്പെട്ടി ഉരച്ച് വയ്ക്കാതെ കൊടിവിളക്കിൽ നിന്ന് തെളിയിക്കാൻ പറയുന്നത്. അങ്ങനെയാണ് ഒട്ടുമിക്ക പേരും ചെയ്യുന്നത്. ഇനി അതും പറ്റിയില്ലെങ്കിൽ ഒരു തീപ്പെട്ടി ഉരച്ച് ഒരു സാധാരണ തിരി എണ്ണയും മുക്കി ഒന്ന് പിടിച്ചിട്ട് അതിലോട്ട് തെളിയിച്ചിട്ട് അതുകൊണ്ട് വിളക്ക് തെളിയിക്കാനൊക്കെ ആചാര്യന്മാർ നിർദ്ദേശിക്കുന്നത് ഇതുകൊണ്ടാണ്. അപ്പോൾ നമ്മളിങ്ങനെ വിളക്ക് തെളിയിക്കാൻ പോകും എന്തോ ഒരു കാരണം കൊണ്ട് നിരന്തരമായിട്ട് അണയുന്നു. ചിലപ്പോൾ ഒരു ദിവസത്തെ കാറ്റായിരിക്കാം, ചിലപ്പോൾ നമ്മൾ ഫാൻ ഇട്ടിരുന്നു അത് ഓഫ് ചെയ്യാൻ വിട്ടുപോയതുകൊണ്ടായിരിക്കാം. അങ്ങനെയൊക്കെയുള്ള സാഹചര്യം ഒരു ദിവസമാണെങ്കിൽ നമ്മൾ എടുക്കുക. പക്ഷെ നിരന്തരമായിട്ട് വിളക്ക് തെളിയിക്കാൻ പറ്റാത്തൊരു സാഹചര്യം അവിടെ വരുന്നുണ്ടെങ്കിൽ ആ വീട്ടിലെ വിപരീത ഗുണങ്ങൾ കൂടുതലായിട്ട് കടന്നു വരുന്ന, പ്രത്യേകിച്ച് മരണപ്പെട്ടു പോയിട്ട് പിതൃക്കളായിട്ട് നിൽക്കുന്ന ആൾക്കാർക്ക് മോക്ഷം ഇല്ലാതെ നിൽക്കുന്ന ചില കാര്യങ്ങളൊക്കെ അവിടെ സംഭവിക്കുന്നുണ്ട് എന്നൊരു സൂചനയാണ്. അത് തുടർച്ചയായിട്ട് വരണമെങ്കിൽ ഇതിനൊരു ആസ്ട്രോളജറുടെ സേവനം വേണ്ടി വരും. അദ്ദേഹത്തെ കൊണ്ട് തന്നെ ഇതൊന്ന് ചെക്ക് ചെയ്യിപ്പിക്കണം. കാര്യം ഇത് ഇച്ചിരി സീരിയസ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. മൂന്നാമത്തെ കാര്യം, ഈ വിളക്ക് ചോർന്നൊലിക്കുക എന്നുള്ളതാണ്. നമ്മളെപ്പോഴും കേട്ടിട്ടുണ്ടാവുമല്ലോ, ഈ വിളക്ക് ഇങ്ങനെ ചോർന്നൊലിക്കുകയാണെങ്കിൽ അവിടെ സമ്പത്ത് നിൽക്കില്ല, ധനപ്രശ്നം ഉണ്ടായി വരിക, വീട്ടിലെ ഈശ്വരാധീനം കുറഞ്ഞു വരാം. അങ്ങനെ പല കാരണങ്ങളുണ്ട്. ഒന്ന് എന്ന് പറഞ്ഞാൽ വിളക്കിന് ചെറിയ ഓട്ട ഉണ്ടാവുക. ഈ ഓട്ട ഉണ്ടെങ്കിൽ ആ വിളക്ക് തീർച്ചയായിട്ടും മാറ്റണം.
അത് ഒട്ടടച്ചൊന്നും ഉപയോഗിക്കാൻ പാടില്ല. ആ വിളക്ക് മാറ്റി പുതുത് തന്നെ എടുക്കണം. ഇനി മറ്റൊന്നത്, ഈ കട്ടിക്ക് തിരിയിട്ടിട്ട് എണ്ണയെ നിറച്ചൊഴിക്കും. അപ്പോൾ എന്തിട്ടും എണ്ണ ഇതിൽ കൂടെ ഇങ്ങനെ കിനിഞ്ഞ് താഴേക്ക് കമിഞ്ഞൊഴുകുന്ന ഒരു അവസ്ഥയുണ്ട്. അതുകൊണ്ട് ഒരു ഹാഫ് അളവിൽ എണ്ണ ഒഴിച്ചാൽ മതി നമ്മൾ പറയുന്നത് അതുകൊണ്ടാണ്. ഇതെല്ലാം നിങ്ങൾ അനുസരിച്ചു. എന്നിട്ട് നിങ്ങൾക്ക് അറിഞ്ഞുകൂടാതെ എന്തോ കാരണം കൊണ്ട് വിളക്കിങ്ങനെ ചോർന്ന് ഒലിച്ചുകൊണ്ടിരിക്കുകയാണ്. അതൊരു ധനക്ലേശത്തിന്റെ സൂചനയാണ്. നിങ്ങളിപ്പോൾ ധനത്തിനെ വളരെയധികം ശ്രദ്ധാപൂർവം ഉപയോഗിക്കണം. ഇല്ലെങ്കിൽ വീട്ടിൽ ധനലക്ഷ്മിയുടെ സ്വാധീനം കുറഞ്ഞു വരികയാണ്. നിങ്ങൾക്ക് ആ ഭഗവതിയുടെ സാന്നിധ്യം വർദ്ധിപ്പിക്കേണ്ടതുണ്ട്. അതിന് വേണ്ടിയിട്ട് ആ തരത്തിലുള്ള ക്രിയ ചെയ്യണം. ഒപ്പം തന്നെ നമ്മൾ എന്ത് ചെയ്യണം, മഹാലക്ഷ്മിയെ നന്നായിട്ട് ഭജിച്ച് ശ്രീചക്രമൊക്കെ വെച്ച് പൂജിച്ച് ഭഗവതിയുടെ സാന്നിധ്യം നന്നായിട്ട് അവിടെ എത്തിക്കണം. അതിനൊക്കെയുള്ള സൂചന അവിടെ കിട്ടുകയാണ് കേട്ടോ. നാലാമത്തത്, പലവട്ടം വീശിയാലും കെടാത്ത വിളക്ക്. നമ്മൾ വിളക്ക് കെടുത്തുന്നതിന് പല മാർഗങ്ങളുണ്ട്. ചിലർ പൂക്കഴുത്ത് കൊണ്ട് കെടുത്തും, ചിലർ എണ്ണയിലേക്ക് തിരി വലിച്ചിട്ട് കെടുത്തും, ചിലർ വീശിക്കെടുത്തും. വീശറി കൊണ്ടോ നേരിയതുകൊണ്ടോ വീശിക്കെടുത്തുക എന്ന് പറയുന്നത് ഒരു നല്ല സമ്പ്രദായമാണ്. ചിലർ വിചാരിക്കും വീശിക്കെടുത്തുകൂടാന്ന്. അങ്ങനെയല്ല. കാറ്റിനെ കൊണ്ട്, കാറ്റിനെ കൊണ്ട് നമ്മളെ വായുദേവനെ കൊണ്ട് നേരിട്ട് അഗ്നിയെ കെടുത്തിപ്പിക്കുന്ന രീതിയാണ് ഇങ്ങനെ വീശിക്കെടുത്തുക എന്ന് പറയുന്നത്. അത് ചെയ്യാറുണ്ട്. ചിലർ കൈ കൊണ്ട് ഭക്തി പുരസ്സരം പ്രാർത്ഥിച്ച് കെടുത്താറുണ്ട്. പക്ഷേ ചിലപ്പോൾ വിളക്ക് കെടുത്താൻ ചെല്ലുമ്പോൾ വിളക്ക് കടില്ല. എത്രയൊക്കെ ശ്രമിച്ചാലും വിളക്ക് കടില്ല. അത് കണ്ടിട്ടില്ലേ പലപ്പോഴും? അങ്ങനെ വരുന്ന വേറൊന്നുമല്ല കേട്ടോ, മഹാലക്ഷ്മിയുടെ സാന്നിധ്യം അവിടെ വളരെ കൂടുതലാണ്, ഈശ്വരവിലാസം കൂടുതലാണ്. അങ്ങനെയുള്ള അടുത്താണ് നമ്മൾ ചിലപ്പോൾ പൂജകളൊക്കെ കഴിഞ്ഞിട്ട് വിളക്ക് എത്ര കെടുത്താ നോക്കിയിട്ട് നമ്മൾ ഉദ്ദേശിച്ച് കഴിഞ്ഞിട്ടായോ പോട്ടെ, നമ്മൾ എത്ര ശ്രമിച്ചാലും വിളക്ക് കെടാതെ എങ്ങനെ നിൽക്കും. പവിത്രീകരണമാണ്. അത് വളരെ നല്ലതാണ്, ദോഷമൊന്നുമില്ല കേട്ടോ. അങ്ങനെ അത് കാണപ്പെടുകയാണെങ്കിൽ നല്ലതെന്ന് തന്നെയാണ് അർത്ഥം. ഗുണകരമായിട്ടുള്ള കാര്യമാണ് കേട്ടോ അത്. അതിൽ വേറെ യാതൊരു പ്രശ്നവും ഇല്ല. ഇനി അഞ്ചാമതൊരു കാര്യം പറയുന്നത് പറഞ്ഞാൽ വിളക്കിലെ ദീപം മങ്ങിപ്പോവുക എന്നുള്ളതാണ്. നമ്മൾ എണ്ണ ഒഴിച്ച് വിളക്ക് തെളിയിച്ചു 1-2 മിനിറ്റ് നന്നായിട്ട് ആളിക്കത്തും, നല്ല പ്രശോഭിതമായിട്ടിരിക്കും. അത് കഴിഞ്ഞാൽ ഈ ദീപം ഇന്ന് കുറഞ്ഞു വന്ന് വളരെ ലൈറ്റായിട്ട് അങ്ങ് മാറിപ്പോകും. ഇത് വീട്ടിലെ ഈശ്വരാധീനം തീരെ കുറഞ്ഞു വരുന്നു എന്നുള്ളൊരു സൂചന നൽകുകയാണ് കേട്ടോ. അത് നമ്മളൊന്ന് ശ്രദ്ധിക്കണം. എല്ലാ ദിവസവും ഇതിങ്ങനെ കാണപ്പെടുകയാണെങ്കിൽ നമ്മളെ വീട്ടിലെ ഈശ്വരാധീനത്തിന്റെ നിലയ്ക്ക് സാരമായ തകരാറ് പറ്റിയിട്ടുണ്ട് എന്നൊരു സൂചന. അടുത്തൊന്നെന്ന് പറഞ്ഞാൽ വിളക്ക് പെട്ടെന്ന് കറുത്തു പോകുക എന്നുള്ളതാണ്. നന്നായിട്ട് തേച്ച് മെഴുക്കി കൊണ്ടുവന്ന് വിളക്ക് തെളിയിച്ചാലും വിളക്ക് ഒരു അരമണിക്കൂർ ഇങ്ങനെ ഇരുന്ന് എരിഞ്ഞു കഴിഞ്ഞ് നമ്മൾ നോക്കുമ്പോൾ വിളക്ക് മുഴുക്കെ കറുത്തു പോകുന്ന ഒരവസ്ഥ. ശത്രുദോഷം നന്നായിട്ട് നിൽക്കുകയാണെങ്കിൽ ഈ ഒരു ലക്ഷണം കാണാറുണ്ട്. അത് പ്രത്യേകം നോട്ട് ചെയ്യേണ്ടതാണ്. പിന്നെ നിത്യവും നമ്മുടെ വിളക്ക് കരിന്തിരി എരിഞ്ഞു പോവുക എന്നുള്ളത് ഈശ്വരാധീനക്കേട് സംഭവിക്കുന്ന വീടുകളിൽ ഇത് സ്വാഭാവികമാണ്. നമ്മുടെ ആ ശ്രദ്ധയുണ്ട് കേട്ടോ. വിളക്ക് തെളിയിച്ചു വെച്ചിട്ട് ഒന്ന് പ്രാർത്ഥിച്ചിട്ട് എങ്ങോട്ടെങ്കിലും പോകും, പിന്നീട് എപ്പോഴെങ്കിലും വന്ന് നോക്കുമ്പോൾ അത് കരിന്തിരി എരിയും. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ കുട്ടികളെയൊക്കെ ഏൽപ്പിച്ചിട്ട് പോയാൽ അവർ തെളിയിച്ചിട്ട് വന്നിട്ട് മൊബൈലൊക്കെ നോക്കിക്കൊണ്ടിരിക്കും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കും. അതോടെ വിളക്ക് കരിന്തിരി എരിഞ്ഞു പോകുന്നത് സ്വാഭാവികമാണ്. അപ്പൊ അത് വീട്ടിലെ ലക്ഷ്മി വാസം കുറയ്ക്കുന്ന കാര്യമാണ്. നിരന്തരമായിട്ട് ഇത് സംഭവിക്കുക എന്നുള്ളത്. അതുകൊണ്ട് അതും നമ്മൾ ശ്രദ്ധിക്കണം. കൃത്യമായ സമയത്ത് തെളിയിക്കുക, കൃത്യമായ സമയത്ത് വിളക്ക് കെടുത്തുക എന്നുള്ളത് നമ്മുടെ ഒരു ഉത്തരവാദിത്വമാണ്. അത് ചെയ്യുക. അപ്പൊ നമ്മുടെ വീട്ടിൽ ഇങ്ങനെ വിളക്ക് തെളിയിക്കുമ്പോൾ ഇങ്ങനെ ചില ലക്ഷണങ്ങൾ, ദുർലക്ഷണങ്ങൾ കണ്ടു കഴിഞ്ഞാൽ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ, ആദ്യമായിട്ട് നിങ്ങൾക്ക് ലളിതാ സഹസ്രനാമം തുടർച്ചയായിട്ട് 7 ദിവസം നിങ്ങൾ ആ വീട്ടിൽ സന്ധ്യാസമയത്ത് പാരായണം ചെയ്യുക. പൂർണ്ണമായിട്ട് പാരായണം ചെയ്യാൻ പറ്റിയില്ലെങ്കിലും കുഴപ്പമില്ല, കുറച്ച് വെച്ചെങ്കിലും നിങ്ങൾ ലളിതാ സഹസ്രനാമം പാരായണം. പെട്ടെന്ന് ഈശ്വരവിലാസം, ഭഗവതിയുടെ സാന്നിധ്യം വർദ്ധിച്ചു വരാൻ ഇത് വലിയൊരു കാരണമാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, അടുത്തുള്ള ക്ഷേത്രത്തിൽ, ദേവീ ക്ഷേത്രത്തിൽ പോയിട്ട് അവിടെ സന്ധ്യാസമയത്ത് നെയ്വിളക്ക് തെളിയിക്കുക എന്നുള്ളതാണ്. നെയ്വിളക്ക് തെളിയിക്കുക എന്ന് പറയുന്നത് വീട്ടിലെ ഈശ്വരാധീനത്തിന്റെ ഊർജ്ജം വർദ്ധിപ്പിക്കുന്നതാണ്. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, ഈ വിളക്ക് കറുത്തു പോകുക അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കൂടുതലായിട്ട് കാണണമെങ്കിൽ അടുത്തുള്ള ഭദ്രകാളി ക്ഷേത്രത്തിൽ പോയിട്ട് തെച്ചിപ്പൂ അഥവാ തെറ്റിപ്പൂ കൊണ്ടൊരു ഹാരം ചാർത്തിയിട്ട് ഒരു നെയ്വിളക്ക് തെളിയിക്കുക എന്നുള്ളതാണ്. അതും ഇങ്ങനെയുള്ളൊരു അവസ്ഥ ഉണ്ടെങ്കിൽ പെട്ടെന്ന് ആ ദോഷങ്ങളെ മാറിക്കിട്ടാൻ ഗുണകരമാണ്. ഇനി ഇതെല്ലാം ചെയ്തിട്ട് നിങ്ങൾക്ക് ഇതേ കാര്യങ്ങൾ തന്നെ ആവർത്തിച്ച് വരികയാണെങ്കിൽ ഒരു ജ്യോതിഷന്റെ സേവനം എടുത്തിട്ട് എന്താണ് വീട്ടിൽ ഇങ്ങനെയൊക്കെ വരാൻ കാരണം, എന്താണ് പ്രതിവിധി എന്നുള്ളത് നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള പരിഹാരങ്ങൾ ചെയ്യുകയാണ് വേണ്ടത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ കുറച്ച് അറിവുകൾ ഞാൻ പകർന്നു തന്നിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് പ്രയോജനപ്രദമായിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും എൻ്റെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇതിൻ്റെ കീഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ പേര്, നിങ്ങളുടെ വയസ്സ്, നിങ്ങളുടെ നക്ഷത്രം ഇവ രേഖപ്പെടുത്തിയാൽ ഇവിടെ നടക്കുന്ന വിശേഷാൽ പൂജാ പ്രാർത്ഥനകളിൽ നിങ്ങളെ ഉൾക്കൊള്ളിക്കാൻ പറ്റുന്നതാണ്. ഒരു മാസത്തേക്കായിരിക്കും ഇപ്രകാരം ചെയ്യുന്നത്. കൂടുതലായിട്ട് വേണമെന്നുള്ളവർ ഇനി തൊട്ട് ഇതിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയുടെ കീഴെ നിങ്ങളുടെ ഡീറ്റെയിൽസ് ഇങ്ങനെ കൊടുത്താൽ മതിയാകും.
അതിനായിട്ട് ഇതുവരെയ്ക്ക് ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അത് ചെയ്യുക. ഒപ്പം തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് കൂടി ചെയ്യുക. എങ്കിൽ മാത്രമായിരിക്കും പുതുതായിട്ട് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ, റെക്കമെൻഡേഷൻ നിങ്ങൾക്ക് യൂട്യൂബ് അയച്ചു നൽകുകയുള്ളൂ. അത് നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്താൻ കഴിയുകയുള്ളൂ. ഇതിൽ കാണുന്നത് എൻ്റെ വാട്സപ്പ് നമ്പറാണ്. ജ്യോതിഷ സംബന്ധമായതും പൂജാ സംബന്ധമായതുമായ അപ്പോയിൻമെന്റിന് വേണ്ടിയിട്ടാണ് ഇത് നൽകിയിരിക്കുന്നത്. നേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുകയില്ല. നിങ്ങളുടെ പേര്, നിങ്ങളുടെ സ്ഥലം ഇവ രേഖപ്പെടുത്തി വാട്സപ്പിലൂടെ മെസ്സേജ് ചെയ്യുക. അപ്പോൾ അഡ്മിൻ ഒരു മാർഗ്ഗനിർദ്ദേശം അയച്ചു നൽകുന്നതാണ്. ആ മാർഗ്ഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിൻമെന്റ് എടുത്തിട്ട് വിളിക്കാവുന്നതാണ്. നമ്മളിപ്പോൾ ഒരു സ്റ്റോർ യൂട്യൂബിൽ ആരംഭിച്ചിട്ടുണ്ട്. ഹൈന്ദവ ധർമ്മം അനുസരിച്ച് ജീവിക്കുന്നവർക്ക് പൂജാ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങളൊക്കെ മേടിക്കണമെന്നുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു സ്റ്റോറാണിത്. താല്പര്യമുള്ളവർക്ക് അതിൽ പോയിട്ട് അതിൻ്റെ വിലയൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അതിൽ നിന്ന് മേടിക്കാവുന്നതാണ്. ഇങ്ങനെ നോക്കിയാൽ മതിയാകും. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷമായിട്ട് വീണ്ടും കണ്ടുമുട്ടും വരെ എല്ലാവർക്കും നമസ്കാരം. നിങ്ങളുടെ സ്വന്തം RJ ഹരിചന്ദ്ര മഠം. നമസ്തേ.